സ്ഥാപനത്തിൻ്റെ പേര് ബെസ്റ്റ് ടൂ വീലർ അപ്പോസ്റ്ററി എന്നാണ്. ഇത് തിരുമറ്റോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ അടുത്താണ്, ഓപ്പോസിറ്റ് ആറങ്ങോട്ടുകാര. സാറ് ഈ മേഖലയ്ക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ ഒരു 84 മുതൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, 84-85 ഒക്കെ ആയിട്ട് ഇവിടെ ഷോപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. ഇന്നൊരു 15 ഒരു പ്രവാസിയായി പോയി, വന്നിട്ട് ഇപ്പോൾ ഒരു 13 വർഷമായിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട്. നമ്മളെ ബെസ്റ്റ് അപ്പോൾസറി സോഫ വർക്കിലേക്ക് വരുമ്പോ നമ്മളിപ്പോ എന്തൊക്കെ സർവീസാണ് ചെയ്യുന്നത്? ഇപ്പൊ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബൈക്കിന്റെ സീറ്റുകൾ, പിന്നെ സോഫ വർക്ക്, കർട്ടൻ വർക്ക്, ബ്ലൈൻഡ്സ് കർട്ടൻ വർക്ക്, പിന്നെ PVC കർട്ടൻ, പിന്നെ ഹെൽമെറ്റിന്റെ ഫുൾ സർവീസ് ഉണ്ട്, പുതിയ ഹെൽമെറ്റും ഉണ്ട്, പിന്നെ ഗ്രിപ്പ് കവർ, അങ്ങനെയുള്ള ബൈക്കുകൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ബൈക്കിലേക്ക് വരുമ്പോ നമ്മള് അതില് എല്ലാ വണ്ടികൾക്കുള്ള സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നുണ്ട്? അത് പ്രത്യേക കമ്പനിന്റെ മാത്രം വണ്ടികൾക്ക് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ല, ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും പിന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സീറ്റ് ഇനി ആൾട്രേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരുവിധം വണ്ടികൾക്കൊക്കെ അടിക്കിട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു സജ്ജീകരണത്തോടു കൂടിയാണ് ചെയ്തിറക്കുന്നത്. ഒരു വണ്ടി വരികയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 20-25 മിനിറ്റിനുള്ളിൽ ചെയ്തു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതില് അടിച്ചിട്ട മെറ്റീരിയൽ നമ്മൾ ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മാത്രമാണോ സാറ് വർക്ക് ചെയ്യാറ്? അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് ടാഗ് ശരിക്കും എങ്ങനെയാണ്? മെറ്റീരിയൽ അയച്ചിട്ടാണോ സൈസിനാണോ ഇതിന്റെ പ്രൈസ് പറയാ? നമ്മൾ ക്വാളിറ്റി നല്ല ഒരു വിധത്തിൽ കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ചിലവർക്ക് നമ്മൾ ഈ ലോ പ്രൈസുള്ള സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതും സാധനങ്ങളും നമ്മൾ സെപ്പറേറ്റ് കരുതിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിപ്പോ ആഫ്റ്റർ ഇതിന്റെ ഒരു ഇത്ര സമയം വരെ നിൽക്കും, അങ്ങനെ വാറന്റി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ സംവിധാനം വല്ലതും ഉണ്ടോ? ഗ്യാരണ്ടി റെക്സിന് നല്ല നമ്മൾ പറയുന്ന ക്വാളിറ്റി റെക്സിന് ഇടുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ സ്റ്റിച്ചിങ്ങിന് ഗ്യാരണ്ടി കൊടുക്കും. നമ്മൾ റെക്സിന് പിന്നെ ചില പിന്നെ എന്തും തട്ടി കട്ടാവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് പ്രശ്നം വരുന്നത് പൂച്ച മാന്തുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതിന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ചില വർക്കുകൾ സീറ്റുകൾ പിള്ളേർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഷേപ്പിൽ അങ്ങനെയൊക്കെ വർക്കുകളൊക്കെ വരാറുണ്ടോ? ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മളിപ്പോൾ ചിലർ പറയും പുതിയ വണ്ടി എടുത്തിട്ട് വരാറുണ്ട്, ലേഡീസാവും കൂടുതൽ വരിക, കാരണം ഹൈറ്റ് കൂടുതലാണ്, നമുക്ക് ഹൈറ്റ് കുറക്കണം, ചിലർ ഹൈറ്റ് കൂട്ടണം എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ ഇതിന്റെ വണ്ടി കഴിഞ്ഞ അടുത്ത ബൈക്കുകളിലേക്ക് വരുമ്പോ ഓട്ടോറിക്ഷ, കാറ് അങ്ങനെ അതിലേക്കൊക്കെ ചെയ്യുന്നുണ്ട് വർക്കുകളൊക്കെ? കാറിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, കാറിന്റെ അപ്പോൾസറി വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോയുടെ നമ്മൾ കുറവെടുക്കുന്നത്. കാറിന്റെ ഫുൾ സീറ്റും. പിന്നെ സോഫ വർക്കിൽ വരുമ്പോ പുതിയ സോഫയാണോ ഓൾഡ്, അതുപോലെ തന്നെ റീവർക്കാണോ വരാ കൂടുതൽ? നമ്മൾ സൈറ്റിൽ പോയിട്ട് അളവെടുത്തിട്ട് അതിന്റെ ഫുള്ള് പുതിയ സോഫ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ റീവർക്ക് ചെയ്യാറുണ്ട്, റീവർക്ക് വരാറുണ്ട്, ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ സോഫയിലും ഇതുപോലെ മെറ്റീരിയൽ പല പ്രൈസിന് ഡിഫറൻസ് വരുന്നുണ്ട്? ഉണ്ട്. അത് ലെതറിൽ വ്യത്യാസം വരുന്നുണ്ട്, ക്ലോത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, പിന്നെ ഈ ഫോമിന്റെ ഡെൻസിറ്റി വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നല്ല ഫോം ഇടുമ്പോൾ നല്ല റേറ്റ് വരും. അതുപോലെ ക്വാളിറ്റി റെക്സിനും ക്വാളിറ്റി വരുന്നുണ്ട്, ചെറിയ കുറഞ്ഞ ക്വാളിറ്റിയുടെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് കർട്ടനാണ്. കർട്ടന്റെ വർക്കിൽ ഏതൊക്കെ ടൈപ്പ് കർട്ടനാണ് ചെയ്യുന്നത്? കർട്ടൻ ക്ലോത്തിന്റെ കർട്ടൻ ചെയ്യാറുണ്ട്, അതുപോലെ ബ്ലൈൻഡ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നല്ല മെറ്റീരിയൽ ഇട്ടേ ചെയ്യാറുള്ളൂ. ബ്ലൈൻഡ്സിലൊക്കെ ഒരുപാട് ക്വാളിറ്റി വരുന്നുണ്ട്, അപ്പോൾ നല്ല ക്വാളിറ്റി ഇട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അത് സ്ക്വയർ ഫീറ്റിനാണോ റേറ്റ് വരുന്നത്? സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് അത് വരിക. ബ്ലൈൻഡ്സിന്റെ കർട്ടൻ നമ്മൾ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കും. ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ നമ്മൾ അറങ്ങോട്ടുകര ഏരിയത്തിലുള്ള ആൾക്കാരാണോ മറ്റുള്ള പുറമുള്ള ആൾക്കാരൊക്കെ വരാറുണ്ടോ? ഓൾമോസ്റ്റ് എല്ലായിടത്തും വരാറുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആറങ്ങോട്ടുകാരൊന്നും വരാറുണ്ട്. പിന്നെ അതുപോലെ 2 കിലോമീറ്റർ അപ്പുറത്ത് വരവൂര്, ദേശമംഗലം, തലശ്ശേരി, അവിടെ നിന്നൊക്കെ വരാറുണ്ട്. സാറേ, ഈ മേഖലയ്ക്ക് പുതിയതായ ആൾക്കാര് രംഗത്ത് വരുന്നത് സാറിനെ സഹായിക്കാൻ അസോസിയേറ്റ് അങ്ങനെ ആൾക്കാരൊക്കെ വരാറുണ്ടോ? പുതിയതായിട്ട് വരുന്നുണ്ട് ഈ മേഖലയ്ക്ക്? അതൊരു വിഷയമാണ്. കാരണം പുതിയ തലമുറ അതിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങളുടെയൊക്കെ ജനറേഷൻ കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു ജനറേഷനിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ തന്നെ ആളുണ്ടാവുക തോന്നുന്നില്ല. പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ സ്കൂൾ പൂട്ടുന്ന സമയത്ത് ആൾ വരുന്നുണ്ട്, പിള്ളേർ വരും. അവർ വന്നു കഴിഞ്ഞാൽ വർക്കുണ്ടോ ചോദിക്കും, വന്നോന്ന് പറഞ്ഞ് എന്താ ശമ്പളം തരാമെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ഇതിലാണ് നടക്കുന്നത്. നമ്മൾ ഈ മെറ്റീരിയൽ നമ്മളിപ്പോ ഈ അടിച്ചിട്ട് സാധനം ഇതിന്റെ പ്രൈസ് വേരിയേഷൻ വരാറുണ്ടോ? ശരിക്കും പ്രൈസ് ഓരോ വണ്ടിക്ക് അനുസരിച്ച് ഇതിന്റെ പ്രൈസിന്റെ വേരിയേഷൻ വരും. അത് ഇപ്പോൾ ചെറിയ വണ്ടി, ഇപ്പോൾ ഫാഷന് ഒരു റേറ്റാണ് വരിക,
ഗ്ലാമർ, സ്പ്ലെൻഡർ അങ്ങനെയുള്ളതൊക്കെ ഏകദേശം ഒരു റേറ്റ് ആയിരുന്നു. നേരെ മറിച്ച് സ്കൂട്ടിക്ക് റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ എക്സസിന് അങ്ങനെ വ്യത്യാസം വരും. അതുപോലെ ലെതറിന്റെ അനുസരിച്ച് തന്നെ വ്യത്യാസം വരും. ഈ ബിസിനസ് ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ സോഷ്യൽ രംഗത്തുള്ള പ്രവർത്തനമൊക്കെ വല്ലതും ഉണ്ടോ? നാട്ടിലുമായി പ്രവർത്തനങ്ങളൊക്കെ വല്ലതും ഉണ്ടോ? പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ടില്ല, ചെറുതായിട്ടൊക്കെ എൻ്റെ സീക്രട്ടായിട്ട് കാര്യങ്ങളുണ്ട്. ഇനി എന്തൊരു ആഗ്രഹം എന്താ സാറിന്? അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ എന്താവണം എന്നൊക്കെ, ഈ സ്ഥാപനം എന്താക്കണം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇല്ല, ഇനിയിപ്പോ ആഗ്രഹങ്ങൾ ഇപ്പോ മനുഷ്യരാകുമ്പോ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കണം. ഫാമിലിയിൽ ആരൊക്കെയല്ലേ സാറിന്റെ? ഫാമിലിയില് പിന്നെ ഉമ്മയുണ്ട്, പിന്നെ വൈഫുണ്ട്, 4 പിള്ളേരാണ്. എല്ലാവരും കല്യാണം കഴിഞ്ഞു, സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മുടെ ഈ അഡ്രസ്, കറക്റ്റ് അഡ്രസ് ഒന്നും കൂടി പറയൂ സാറ്. കറക്റ്റ് അഡ്രസ്സ് ആറങ്ങോട്ടുകര പട്ടാമ്പി റോഡിന് തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓപ്പോസിറ്റ്, വെസ്റ്റ് 2 വീലർ അപ്പോൾസ്ട്രി, അതാണ് ലൊക്കേഷൻ.